ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മൂത്തേടം, എടക്കര, നിലമ്പൂർ. നിലമ്പൂർ മിനി ബൈപ്പാസ് ഡ്രെയിനേജ് നിർമ്മാണം തടഞ്ഞ് യൂത്ത് ലീഗ്. പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെച്ചു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടിയാണ് നിർമ്മാണ പ്രവൃത്തി യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞത്. നിലമ്പൂർ വീട്ടിക്കുത്ത് റോഡിൽ നിന്നും നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഭാഗത്തെ മിനി ബൈപ്പാസ് റോഡിന്റെ ഡ്രെയിനേജ് നിർമ്മാണമാണ് തടഞ്ഞത്. അശാസ്ത്രീയമായി ടെൻഡറിന് വിരുദ്ധമായി ഡ്രെയിനേജ് കമ്പി ഉപയോഗിക്കാതെ നടത്തുന്ന പ്രവൃത്തിക്കെതിരെയാണ് യൂത്ത് ലീഗ് പ്രതിഷേധമുണ്ടായത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഡ്രെയിനേജ് പ്രവൃത്തി ടെൻഡർ ചെയ്തത്. 1 മീറ്റർ ഉയരത്തിലും 49.9 മീറ്റർ നീളത്തിലും കമ്പി ഉപയോഗിച്ച് പ്രവൃത്തി നടത്തുന്നതിനാണ് സർക്കാർ ഏജൻസിയായ സിൽക്കിനെ ടെൻഡർ പ്രകാരം ഏൽപ്പിച്ചത്. സിൽക്ക് ഈ പ്രവൃത്തി നിലമ്പൂരിലെ കരാറുകാരന് സബ്ബായി നൽകുകയും ചെയ്തു. ഇതോടെയാണ് ടെൻഡറിന് വിരുദ്ധമായി 1 മീറ്റർ ഉയരം 60 സെന്റിമീറ്ററായി കുറയ്ക്കുകയും നീളം 49.9 മീറ്ററിൽ നിന്നും 24 മീറ്റർ കൂട്ടുകയും ചെയ്തത്. ഇതോടെയാണ് ടെൻഡറിന് വിരുദ്ധമായി 1 മീറ്റർ ഉയരം 60 സെന്റിമീറ്ററായി കുറയ്ക്കുകയും നീളം 49.9 മീറ്ററിൽ നിന്നും 24 മീറ്റർ കൂട്ടുകയും ചെയ്തത്. നിലവിൽ 73.9 മീറ്റർ നീളത്തിലും 60 സെന്റിമീറ്റർ ഉയരത്തിലുമാണ് പ്രവൃത്തി നടത്തുന്നത്. കമ്പി ഒഴിവാക്കുന്നതോടെ ഡ്രെയിനേജിന്റെ ഉറപ്പ് ആശങ്കയുണ്ടാക്കും. നിലമ്പൂർ സ്റ്റാൻഡിലേക്ക് ചന്തക്കുന്ന് സ്റ്റാൻഡിൽ നിന്നുള്ള മുഴുവൻ ബസ്സുകളും ഇതുവഴിയാണ് എത്തുന്നത്. ഇവിടെ റോഡ് സുരക്ഷ ഉറപ്പാക്കാനും മലിനജലം ഒഴുകിപ്പോകുന്നതിനുമാണ് 7,20,800 രൂപ ചെലവഴിച്ച് നഗരസഭ ഡ്രെയിനേജ് നിർമ്മിക്കുന്നത്. എന്നാൽ കമ്പി ഒഴിവാക്കിയുള്ള ഡ്രെയിനേജ് വലിയ ആശങ്കയാണ് ബസ് യാത്രക്കാർക്ക് ഉൾപ്പെടെ സമ്മാനിക്കുന്നത്. നിലമ്പൂർ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം സന്ദർശിച്ച് കമ്പിയില്ലാതെ ഡ്രെയിനേജ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്താണ് ഡ്രെയിനേജ് നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ചെയ്തതും ഫണ്ട് അനുവദിച്ചതും. കഴിഞ്ഞ ഭരണസമിതിയും കരാറുകാരനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അശാസ്ത്രീയ നിർമ്മാണത്തിന് കാരണമെന്നും യൂത്ത് ലീഗ് ആരോപിക്കുന്നു. നിലമ്പൂർ നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഈ ചെറിയ ബൈപ്പാസ്, അതിനോട് ചേർന്നിട്ടുള്ള ഡ്രെയിനേജ് നിർമ്മാണം കമ്പി ഇടാതെ, അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ കിടക്കുന്ന പോസ്റ്റ് മാറ്റാതെ, അതിൻ്റെ ചുറ്റുപാടുമുള്ള തെങ്ങുകളും മരങ്ങളും മാറ്റാതെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയുമായിട്ടായിരുന്നു കോൺട്രാക്ടേഴ്സ് മുന്നോട്ട് പോയിരുന്നത്. കഴിഞ്ഞ നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മാട്ടുമ്മൽ ശരീഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പാസ്സാക്കിയ ഒരു ഡ്രെയിനേജ് നിർമ്മാണമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ആ ഡ്രെയിനേജ് നിർമ്മാണത്തിൽ 48 മീറ്ററോളം കമ്പി ഇടാതെ ചെയ്യാനുള്ള നീക്കം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ തടഞ്ഞിട്ടുണ്ട്. അവസാനം അവരോട് എസ്റ്റിമേറ്റ് ചോദിക്കുകയും അവരുടെ വർക്കിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആരായുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ ഈ 48 മീറ്റർ കമ്പി ഇട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്യാമെന്ന് യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉർവശി ബാറിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ് അടച്ചു വെച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഈ ഡ്രെയിനേജ് മുന്നോട്ട് പോയിരുന്നത്. അത് തുറക്കാനും ഈ ഡ്രെയിനേജിൻ്റെ നടുവിൽ കാണുന്ന പോസ്റ്റ് മാറ്റിക്കൊണ്ട് സുതാര്യമായിക്കൊണ്ട് കമ്പി ഉപയോഗിച്ച് 48 മീറ്റർ പണി പൂർത്തിയാക്കാനും തീരുമാനമായിട്ടുണ്ട്. യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് വാജിദ് പള്ളിയാളി, ഷുഹൈബ് മുത്തു, അജ്മൽ ബിച്ചു, അനൂപ് കിളിക്കുന്ന് പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. എപ്പസ് വിഷൻ, നിലമ്പൂർ. +2 കഴിഞ്ഞില്ലേ? ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines, BCom in 3 disciplines, AICTE approved BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളൈ റോഡിൽ മൂത്തേടത്താണ്. അപ്പോൾ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just teach, we inspire. ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മൂത്തേടം, എടക്കര, നിലമ്പൂർ.